നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആനയിടഞ്ഞു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് ഇടവകയിലെ മികച്ച കർഷകരെ ആദരിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടത്തിയ കർഷക ദിനാചരണം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കർഷക പ്രതിഭകളെ അനുമോദിച്ചു. കൃഷി ഓഫീസർ J. നയനതാര, വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ CD സിബി, TK പത്മനാഭൻ, പ്രനില ഗിരീശൻ, പാടശേഖര സമിതി പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ AR രാജേശ്വരി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ KR ജയ എന്നിവർ സംസാരിച്ചു. അവകാശങ്ങൾ നേടാനും ഒക്കെയുള്ള ആദരിക്കപ്പെടാനും ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ കർഷകർ മാത്രം അസംഘടിതരായിരുന്നു. കാർഷിക മേഖലയിൽ കർഷകരെ ആദരിക്കണം, കർഷകർക്ക് ആയിട്ടൊരു ദിവസം വേണം എന്നൊക്കെയുള്ളൊരു തീരുമാനമെടുത്തത് നമ്മുടെ അയൽവാസി കൂടിയായിട്ടുള്ള PP ജോർജ് കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. കൊടകര കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ യുവ കർഷകനുള്ള അവാർഡ് മനക്കുളങ്ങര സ്വദേശി ജിത്തുവിന് ലഭിച്ചു. കുട്ടിക്കാലം മുതൽ അച്ചാച്ചനോടും അച്ഛനോടുമൊപ്പം കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന ജിത്തുവിന് ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. സ്വന്തമായുള്ള സ്ഥലത്തും പാട്ടത്തിനടുത്ത സ്ഥലത്തുമാണ് ഈ യുവാവ് കൃഷി ചെയ്യുന്നത്. നെൽകൃഷിയും പയർ, വെണ്ട, വഴുതിന, കരിമഞ്ഞൾ, വാഴ, ചീര തുടങ്ങി വിവിധ പച്ചക്കറികളും ജൈവ രീതിയിൽ വിളയിച്ചെടുത്തിട്ടുണ്ട് ഈ യുവ കർഷകൻ. കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടത്തിയ ചടങ്ങിൽ MLA സനീഷ് കുമാർ ജോസഫ് പുരസ്കാരം സമ്മാനിച്ചു. നമ്പിയാൻചിറ ദിലീപ് കുമാറിൻ്റെയും ജീനയുടെയും മകനാണ്. ദിത്തു സഹോദരിയാണ്. കൃഷിക്കൊപ്പം പഠനത്തിനും ഈ യുവ കർഷകൻ സമയം കണ്ടെത്തുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. 11 ആനകളാണ് ആനയൂട്ടിന് എത്തിയത്. ആനയൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കൊട്ടിലായ്ക്കാൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെയാണ് കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആന ഇടഞ്ഞത്. അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിക്കുകയും കൊമ്പ് കോർക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ മറ്റ് ആനകളെ പാപ്പാന്മാർ സ്ഥലത്തു നിന്നും മാറ്റി. ആനകൾ ഇടഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടി. പലർക്കും നിസ്സാര പരിക്കേറ്റു. ആർക്കും ഗുരുതര പരിക്കില്ല. സമീപത്തെ താൽക്കാലിക കടകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആനയെ പാപ്പാന്മാർ തന്നെ തളച്ചു. ആനയുടെ പാപ്പാൻ ഷൈജു താഴെ വീണ് തോളിന് ചെറിയ പരിക്കുപറ്റി. സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു. ഇരു ആനകളുടെയും രേഖകളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണെന്ന് ഇവർ പറഞ്ഞു. അമ്പാടി മഹാദേവനെ ആദ്യം കുത്തിയ കുളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയ്ക്ക് 15 ദിവസത്തെ വകുപ്പ് തല നിരോധനം ഏർപ്പെടുത്തിയതായി ചാലക്കുടി സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസർ സൗമ്യ CS പറഞ്ഞു. അന്വേഷണത്തിനും പരിശോധനയ്ക്കും ശേഷം മാത്രമേ നിരോധനം മാറ്റുകയുള്ളൂ. ഞായറാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ കൊടകര ആളൂരിൽ പന്തൽ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് തകർന്നു വീണു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു സംഭവം. ആളൂർ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപമുള്ള അരിക്കാടൻ പോളിൻ്റേതാണ് സ്ഥാപനം. ഷെഡിൽ സൂക്ഷിച്ചിരുന്ന AC-കൾ, ഫാനുകൾ, ജനറേറ്ററുകൾ
നിർത്തിയിട്ടിരുന്ന വാഹനം തുടങ്ങിയവയ്ക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. നാശനഷ്ടം കണക്കാക്കിയിട്ടില്ല. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് ഇടവകയിലെ മികച്ച കർഷകരെ ആദരിച്ചു. ഇടവക വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോയ് ചെമ്പകശ്ശേരി സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കരേക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. മികച്ച കർഷകരായി MK റപ്പായി, സിജോ NJ എന്നിവരും, മികച്ച വനിതാ കർഷകയായി നിമ്മി റിച്ചു, മികച്ച ക്ഷീര കർഷകനായി വർഗീസ് MK എന്നിവരെയും ആദരിച്ചു. കാർഷിക മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ഫ്രാൻസിസ് ഈച്ചരത്ത് ഏറ്റുവാങ്ങി. കൈക്കാരൻ ആൻഡ്രു ചതലൻ, ട്രഷറർ ഫ്രാൻസിസ് മംഗലൻ, ജോസ് കോച്ചക്കാടൻ, വർഗീസ് തൊമ്മാന, ലില്ലി ജോസഫ്, ജോളി തരൂക്കര എന്നിവർ പ്രസംഗിച്ചു. ആദ്യമായിട്ടാണ് പ്രകാരം ഒരു സംരംഭം, ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് KCC എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനം വിവിധങ്ങളായ മേഖലകളിലേക്ക് മേൽവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആയിരിക്കുക. കാർഷിക മേഖലയെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ആശംസകൾ ഏറെ സ്നേഹപ്പെടുകയും കർക്കിടമാസത്തിന്റെ ദുർഘടമൊക്കെ കഴിഞ്ഞ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാനമൊട്ടാകെ കർഷക ദിനമായി കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മദർഹുഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മദർഹുഡ് ഫിനാൻസ് പ്രവർത്തനം ആരംഭിച്ചു. കൊടകര സെൻട്രലിൽ പന്തലൂക്കാരൻ സിൽക്സിന് സമീപം അർച്ചന ബിൽഡിംഗിൽ ആരംഭിച്ച മദർഹുഡ് ഫിനാൻസിന്റെ ഉദ്ഘാടനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സന്നിഹിതയായി. കൊടകരയിൽ നല്ല സേവനം കൊടുക്കാനായിട്ട്, സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് നിത്യേതരം സ്ഥാപനങ്ങൾ വരുമ്പോൾ അത് നാടിൻ്റെ ഒരു വാർഷികമാണ് കാണിക്കുന്നത്. എല്ലാ ആശംസകളും അവർക്ക് നേരുന്നു. നല്ല സേവനം കൊടകരക്കാർക്ക് കൊടുക്കാനായിട്ട് കഴിയട്ടെ. അധിക പലിശയൊന്നും ഈടാക്കാതെ അല്ലേ, അധിക പലിശയ്ക്ക് ഈടാക്കി കഴിഞ്ഞാൽ ആ പണം നമുക്ക് ജീവിതത്തിൽ ഒന്നിനും പ്രയോജനപ്പെടില്ല. അപ്പോൾ ഒരു മിതമായ രീതിയിലൊക്കെ ഇതിന് പണം കൊടുക്കുന്നതിനൊരു ചെറിയത് വാങ്ങുവാണല്ലോ. അതൊക്കെ ഓക്കെയാണ്. മറ്റുള്ള രീതിയിൽ ഇതിൻ്റെയൊക്കെ എനർജി, പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. ചടങ്ങിൽ സാമൂഹിക, രാഷ്ട്രീയ, ബിസിനസ് മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാത്തരം സ്വർണ്ണ പണയ വായ്പകൾക്കും കുറഞ്ഞ പലിശയിൽ കൂടുതൽ തുക നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. മദർഹുഡ് ഗ്രൂപ്പിൽ നിന്നുള്ള മറ്റൊരു ബിസിനസ് പ്രസ്ഥാനമായിട്ടുള്ള മദർഹുഡ് ഫിനാൻസ് എന്ന് പറയുന്നത് കേരള മണി ലെൻഡിംഗ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. സാധാരണക്കാരായുള്ള ആളുകളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വളരെ ചെറിയ പലിശ നിരക്കിൽ വിവിധങ്ങളായിട്ടുള്ള ലോണുകൾ, പ്രധാനമായും ഗോൾഡ് ലോണുകൾ അടക്കമുള്ള ലോണുകൾ കൊടുക്കുക എന്നുള്ളതാണ് മദർഹുഡ് ഫിനാൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ 166ാമത് ക്യാമ്പിൽ നിന്നും 15 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. ഡോക്ടർ ഐശ്വര്യ MN, പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, KV രാമജയൻ, അനിൽ വടക്കേടത്ത്, സഞ്ജീവ് K മേനോൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇതുവഴി ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്കാനിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്താൻ കഴിയും. ആഴ്ചയിൽ 2 ദിവസം റേഡിയോളജിസ്റ്റിന്റെ സേവനവും ഇവിടെ ലഭ്യമാകും. ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EK സദാശിവൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ N രാധിക, നഴ്സിംഗ് സൂപ്രണ്ട് ഇൻചാർജ് ബിന്ദു ഷാജി, ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. നെല്ലായി പന്തലൂർ കരോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി ഷാജു ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുവീഷ് OS, സെക്രട്ടറി ഷാബു മാധവൻ, ട്രഷറർ ഭാസ്കരൻ TK, വൈസ് പ്രസിഡന്റ് പ്രവീൺ PV, ജോയിന്റ് സെക്രട്ടറി പ്രേമ ഷാജി, കമ്മിറ്റി അംഗങ്ങളായ സതീഷ് MU, മാധവൻ TK, സുഗീഷ് TS, സതീഷ് KR, ഉഷ ബാബു, ബിന്ദു രഘു,
ഷീജ സജീവൻ, ഷീന, ഉഷ ബാബു തയ്യിൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9275 രൂപ, പവന് 74,200 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആനയിടഞ്ഞു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് ഇടവകയിലെ മികച്ച കർഷകരെ ആദരിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.